ഇംഗ്ലീഷിൽ എന്റെ ബേസിക് ഇത്തിരി മോശമാണ്. അങ്ങനെയാണോ? എങ്കിൽ കറക്റ്റ് സ്ഥലത്താ എത്തിയത്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് ഗെറ്റ് യുവർ ഇംഗ്ലീഷ് ബേസിക് സ്ട്രേറ്റ് സീരീസ് ചാപ്റ്റർ 2 നൗൺ. എന്താണ് നൗൺ? നൗൺ എന്ന് വെച്ചാൽ പേരാടോ, പേര്, നെയിമിംഗ് വേർഡ്സ്. എന്തിൻ്റെയൊക്കെ പേര്? വസ്തുക്കളുടെ, വ്യക്തികളുടെ, സ്ഥലങ്ങളുടെ. അയ്യോ, ഇത് പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ ബേജാറാവണ്ട, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നൗൺസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് കോൺക്രീറ്റ്, 2 അബ്സ്ട്രാക്ട്. ഇത്രയും ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. യോ, എന്നെ അല്ല, എൻ്റെ ചുറ്റിലും ഉള്ളതിനെ. പൂച്ച, ബോൾ, ചെടി, ചെടിച്ചട്ടി, ലൈറ്റ്, ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും കഴിയും. ഇങ്ങനെ ഫിസിക്കൽ ഫോംസ് ഉള്ളതിനെ നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയും. ഇനി നിങ്ങളുടെ ചുറ്റിലും ഇതുപോലെ കുറച്ച് കോൺക്രീറ്റ് നൗൺസ് കാണും. ഒന്ന് കമന്റിൽ എഴുതി അറിയിക്കണേ, എനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ എൻ്റെ പൂച്ചയെ കണ്ടില്ലേ? നിങ്ങളോടുള്ള സ്നേഹ പൂച്ചയുടെ മുഖത്ത്. ആ ചെടിച്ചട്ടി കണ്ടോ? എന്താ സൗന്ദര്യം! ദോ, ആ പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അത് വായിച്ചാൽ അറിവ് കിട്ടും. ഈ സ്നേഹവും സൗന്ദര്യവും അറിവും ഇതൊന്നും നമുക്ക് കണ്ടറിയാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. ഇങ്ങനെ ഫിസിക്കൽ ഫോംസ് ഇല്ലാത്ത നമുക്ക് ഫീൽ ചെയ്ത് അറിയാൻ കഴിയുന്നതിനെ നമ്മൾ വിളിക്കും അബ്സ്ട്രാക്ട് നൗൺസ്. മെറ്റീരിയൽ ഷേപ്പ് ഇല്ല, ഒരു ക്വാളിറ്റി, സ്റ്റേറ്റ്, ഫീലിംഗ്, ആക്ഷൻ, ഇതൊക്കെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ എക്സൈറ്റ്മെന്റ്, ആൻസൈറ്റി, ഗ്രോത്ത്, അങ്ങനെയൊക്കെ. ഇനി കോൺക്രീറ്റ് നൗൺസിനെ നമുക്ക് 4ആയി തിരിക്കാം: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, മെറ്റീരിയൽ നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. എളുപ്പമാണ്, ബേജാറാവല്ലേ. ആഹാ, നമുക്ക് പരിചയമുള്ള കുറച്ച് ഇമേജസ് ആണല്ലോ. ഇതിന്റെയൊക്കെ പേരൊന്ന് പറഞ്ഞേ. താജ്മഹൽ, ഇന്ത്യ, മൗണ്ട് എവറസ്റ്റ്, പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി. ഇതൊക്കെ പ്രോപ്പർ നൗൺസ് ആണ്. പ്രോപ്പർ നൗൺസ് എന്ന് വെച്ചാൽ നെയിംസ് ആണ്, പേര്. ഞാനേ ഒരു റൂള് പറഞ്ഞുതരാവേ. എന്താന്നോ? ഈ പ്രോപ്പർ നൗണിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഗോപു, ഗോപുവിന്റെ ജി ക്യാപിറ്റൽ ആയിരിക്കും. പക്ഷെ ഒരു 80% ആൾക്കാരും മനഃപൂർവ്വം ഇത് മറക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഈ റൂൾ അറിയില്ലായിരുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഈ റൂൾ അറിയാവുന്നവരോട്, നിങ്ങൾ ഈ തെറ്റിക്കുന്ന 80-ൽ പെടുവോ അതോ ശരിയാക്കുന്ന 20-ലാണോ? തെറ്റിക്കുന്നവരാണെങ്കിൽ ഇനി ശരിയാക്കണം കേട്ടോ. ഇനി അടുത്തതായി കോമൺ നൗൺസ്. ഉത്തര പേരിൽ തന്നെ ഉണ്ട് കോമൺ, സാധാരണയായി കണ്ടുവരുന്നത്. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കിയേ, എന്തൊക്കെ ഇമേജസ് കാണാം. ഗ്രാസ്, ബേർഡ്, സൺ, ക്ലൗഡ്, ഹൗസ്, ട്രീസ്, ബുഷ്, സ്റ്റോൺ, ഇതൊക്കെ കോമൺ നൗൺസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കോമൺ നൗൺസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് കമന്റ് ചെയ്യണേ. ഇനി അടുത്തത് മെറ്റീരിയൽ നൗൺസ് ആണ്. ഈ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ വുഡ്, വാട്ടർ, മിൽക്ക്, ഗോൾഡ്, എക്സെട്ര. വുഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ ഉണ്ടാക്കാം. പിന്നെ പൊതുവെ ഈ മെറ്റീരിയൽ നൗൺസ് അൺകൗണ്ടബിൾ ആയിരിക്കും, അതായത് എണ്ണാൻ കഴിയില്ല. വാട്ടർ, മിൽക്ക്, ഇതൊന്നും നമുക്ക് എണ്ണാൻ കഴിയില്ല. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് മെറ്റീരിയൽ നൗൺസ് കമന്റ് ചെയ്യണേ. കൂട്ടമായി കാണപ്പെടുന്നതിനെ നമ്മൾ പറയും കളക്റ്റീവ് നൗൺസ് എന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഷീപ്പിന്റെ കൂട്ടത്തിന് ഹേർഡ് ഓഫ് ഷീപ്പ്, പക്ഷികളുടെ കൂട്ടം ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. വേറെ എക്സാമ്പിൾ ഗവൺമെന്റ്, ക്യാബിനറ്റ്, ടീം, അങ്ങനെയൊക്കെ. ഇനി നിങ്ങളുടെ അറിവിലുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ് ഒന്ന് കമന്റ് ചെയ്യണേ, മറക്കല്ലേ. ഹായ്, ഇനി നമുക്ക് ഫേസ് ടു ഫേസ് പഠിക്കാം. ഇത്രയും നൗൺസ് പഠിച്ചില്ലേ? ഈ നൗൺസ് നമുക്ക് മെയിൻ ആയിട്ട് പിന്നെയും 2ആയി തിരിക്കാം: എണ്ണാൻ കഴിയുന്നവ, എണ്ണാൻ കഴിയാത്തവ. എണ്ണാൻ കഴിയുന്നതിനെ നമ്മൾ വിളിക്കും കൗണ്ടബിൾ നൗൺസ്. ഫോർ എക്സാമ്പിൾ സ്ക്രൂ ഡ്രൈവർ, ബൾബ്, പിന്നെ നമ്മൾ എഴുതുന്ന പേന, ബുക്ക്, അങ്ങനെയൊക്കെ. ഇനി എണ്ണാൻ കഴിയാത്തവ അൺകൗണ്ടബിൾ. ഫോർ എക്സാമ്പിൾ മഞ്ഞ, പിന്നെ എണ്ണ, അങ്ങനെയൊക്കെ. മെറ്റീരിയൽ നൗൺസ് മിക്കതും എന്താണ്? എണ്ണാൻ കഴിയാത്തവയാണ്, അൺകൗണ്ടബിൾ. ഇനി നൗൺസിനെ നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നും തിരിച്ചിട്ടുണ്ട്. സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ. സിംഗുലർ എന്താ? ഒന്ന്. പ്ലൂറൽ രണ്ടോ, 2-ൽ കൂടുതലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുക്ക്, ബുക്സ്, നൈഫ്, knives, leaf, leaves,
child, children. Teeth, tooth. Tooth singular ആണ്, teeth plural ആണ്. നമുക്ക് പല്ല് വേദന വരുമ്പോൾ നമ്മൾ ടൂത്ത് ഏക്ക് എന്നല്ലേ പറയാ, ഒറ്റ പല്ല വേദന, അതുകൊണ്ടാണ് ടൂത്ത് ഏക്ക് എന്ന് പറയാ. ഇനി നൗണിനെ നമുക്ക് മാസ്കുലിൻ ഫെമിനിൻ നൗൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പറയുന്നത് എന്താണ്? ഫെമിനിൻ. മെയിലിനെ പറയുന്നതാണ് മാസ്കുലിൻ. ഫോർ എക്സാമ്പിൾ ഗേൾ, ബോയ്, മാൻ, വുമൻ. പിന്നെ ഗൂസ്, ഗാൻഡർ, ഡക്ക്, ഡ്രേക്ക്, അങ്ങനെയൊക്കെ. ഇത്ര മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പ്ലൂറൽ നൗൺ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുള്ളവർ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത്ര മനസ്സിലായില്ലേ? നൗണിനി എന്താന്ന് പറയുമ്പോൾ അറിയാത്തതുപോലെ നിൽക്കരുത്. ഓക്കെ, I hope this video was useful for you. Till we meet again, bye.